കണ്ണൂരിൽ ആർഡിഒയുടെ സാന്നിധ്യത്തിൽ കരിക്കോട്ടക്കരി പോലീസ് കല്ലറ തുറന്ന് പരിശോധിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. പോലീസ് സർജനും പോലീസ് വിദഗ്ധരുമടക്കം സംഘത്തിലുണ്ട്. 2006-ലും 2015-ലും മൃതദേഹങ്ങൾ സംസ്കരിച്ച കല്ലറയിൽ മൂന്നാമതൊരു മൃതദേഹം കൂടി ഉണ്ടെന്ന നിഗമനത്തിലാണ് വിശദമായ പരിശോധന നടത്തുന്നത്. 2014-ൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സിജോസ് കറിയുടെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് പരിശോധന. MS അനീഷ് കുമാറുണ്ട്. അനീഷ്, വളരെ പ്രധാനപ്പെട്ട പരിശോധനയാണ്. ഏറെ ദുരൂഹതകളുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ നോക്കുകയാണ്. എന്താണ് നടപടിക്രമങ്ങൾ? എല്ലാവരും ഉണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ? സജിത്ത്, നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം, പരിശോധന ഏതാണ്ട് അതിൻ്റെ ഒരു പാതി ഘട്ടം പിന്നിടുമ്പോൾ ഈ കല്ലറയിൽ കണ്ട ഒരു വസ്തു പായൽ കെട്ടി കണ്ടു എന്ന് പറയുന്ന സംഭവത്തിൽ അസ്വാഭാവികതകളില്ല എന്നൊരു വിലയിരുത്തലിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയത്. നമുക്ക് ആ പരിശോധനയ്ക്ക് പോയ ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മൃതദേഹത്തിൻ്റെ അവശിഷ്ടം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. 2 മൃതദേഹങ്ങളാണ് ഈ കല്ലറയിൽ നേരത്തെ അടക്കം ചെയ്തിരുന്നത്. അത് ഈ ഉണ്ണേശു പള്ളിയുടെ ഇടവകയിലെ അംഗങ്ങളായ മറിയ ജെയിംസ് എന്നീ 2 പേരുടെ മൃതദേഹങ്ങളാണ് അടക്കം ചെയ്തിരുന്നത്. 2005-ലാണ് ആദ്യത്തെ മൃതദേഹം അടക്കം ചെയ്ത്. പിന്നീട് 2015-ൽ രണ്ടാമത്തെ ജെയിംസ് എന്നയാളുടെ മൃതദേഹം അടക്കം ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു അസ്വാഭാവികമായ മരണമായതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് കല്ലറയിൽ സംസ്കരിച്ചത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് പായയാണ് അടിയിൽ ഉണ്ടായിരുന്നത് എന്ന ഒരു നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തുന്നത്. അത് പെട്ടി പിന്നീട് മറിഞ്ഞപ്പോൾ ആ പായ കൂടുതൽ ദൃശ്യമായി പുറത്തേക്ക് വന്നതാവാം എന്ന ഒരു നിഗമനം കൂടിയുണ്ട്. എന്തായാലും പോലീസ് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല. പക്ഷേ ഈ സിജോ സ്കറിയയുടെ ദാവാം മൃതദേഹം അല്ലെങ്കിൽ മൂന്നാമതൊരു മൃതദേഹമുണ്ട് എന്നീ തരത്തിലുള്ള ഒരു വാദങ്ങൾ ഏതാണ്ട് കാര്യമില്ല എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ഇക്കാര്യത്തിലൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം പോലീസിൻ്റെയും മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാവണം. കാരണം വളരെ ഗൗരവമുള്ള ഒരു പരിശോധനയാണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ, പേരാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ആർഡിഒയുടെ അടക്കം സാന്നിധ്യത്തിൽ പോലീസ് സർജനും ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള വലിയ വിപുലമായ സന്നാഹങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയത്. എന്തായാലും ആ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കോഴിക്കോട് നിന്നുള്ള മഠത്തിൽ അസീസ് എന്ന സന്നദ്ധ പ്രവർത്തകനാണ് ഈ മൃതദേഹങ്ങൾ അവിടുന്ന് പുറത്തേക്ക് എടുക്കാനും മറ്റുമൊക്കെയുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആദ്യഘട്ടം വരുമ്പോൾ നമുക്ക് ഈ നേരത്തെ വിചാരിച്ച രീതിയിലുള്ള ഒരു ആശങ്കയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല. സിജോസ് കറിയുടെ മൃതദേഹം ഈ കല്ലറയിൽ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്കൂട്ടിലേക്ക് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഈ പരിശോധനകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. സജിത്ത്, അനീഷ്, ഈ പരിശോധനകൾ അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ പൂർത്തിയാകുമോ? കോടതിയിലടക്കം റിപ്പോർട്ട് കൊടുക്കേണ്ടതും വരുന്നതുണ്ടല്ലോ. അതുകൊണ്ട് ഇന്ന് തന്നെ പരിശോധന പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ. മറ്റ് സങ്കീർണതകൾ അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല, അങ്ങനെ കരുതാം അല്ലേ? തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. കാരണം ഒരു സംശയം ഉയർന്നുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തണമെന്ന ആവശ്യം പള്ളി വികാരിയുടെയും അല്ലെങ്കിൽ ഇടവാങ്ങളുടെയും ഭാഗത്തുനിന്ന് തന്നെ മുന്നോട്ട് വെച്ചത്. ഇതൊരു പൊതു കല്ലറയാണ്. അതായത് പല തരത്തിലുള്ള ആളുകളെ അടക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ 1, 2, 3, 4 അങ്ങനെ ക്രമത്തിലുള്ള ഒരു കല്ലറയാണ്. പക്ഷേ ആ ഏറ്റവും അവസാനത്തെ കല്ലറ അവസാനിച്ചു കഴിയുമ്പോൾ വീണ്ടും ആദ്യത്തെ കല്ലറ തുറക്കുകയും അടുത്തയാളെ ആ കല്ലറയിൽ അടക്കം ചെയ്യുകയും ചെയ്യുന്നതാണ്. ഈ കല്ലറയിൽ തന്നെ രണ്ടാമത്തെ ആളെയാണ് ഇപ്പോൾ അടക്കുന്നത്. അടുത്തയാളെ അടക്കുന്നതിനുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് കഴിഞ്ഞ 13-ന് കല്ലറ തുറക്കുകയും കല്ലറ വൃത്തിയാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ചെയ്യുക. സാധാരണഗതിയിൽ ഒരു മൃതദേഹം ഈ കല്ലറയിൽ ഉണ്ടെങ്കിൽ ആ മൃതദേഹാവശേഷങ്ങൾ മാറ്റുകയും അതിൻ്റെ പുറത്ത് മണലും ഒപ്പം അറക്കപ്പൊടിയും ഒക്കെ വിരിച്ച ശേഷം വൃത്തിയാക്കിയിടും. എന്നിട്ട് അതിൻ്റെ മീതെയാണ് പുതിയ മൃതദേഹം വെക്കുക. ഇവിടെ ഏറ്റവും സംശയം വരാൻ ഒരു പ്രധാന കാരണം, സാധാരണഗതിയിൽ ക്രൈസ്തവ ആചാരപ്രകാരമൊക്കെ ഒരു മൃതദേഹം സംസ്കരിക്കുമ്പോൾ അവിടെ ഈ പ്ലാസ്റ്റിക് പായകളുടെ സാന്നിധ്യമോ അത്തരം കാര്യങ്ങൾ കയറ് കെട്ടി അങ്ങനെയൊന്നും കാണാൻ സാധിക്കുന്നതാണ് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അങ്ങനെ ഒരു പായയുടെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സംശയം ഉയരുകയും ചെയ്തത്. തൊട്ട് പിന്നാലെയാണ് ഒരു സിജോസ് കറിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ. അദ്ദേഹത്തെ ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മറ്റ് ഭാര്യയുടെ ബന്ധുക്കൾക്കുമൊന്നും ഇദ്ദേഹത്തെക്കുറിച്ച് വിവരമില്ല. അദ്ദേഹം വിലങ്ങാടേക്ക് പോയിരുന്നു എന്ന ഒരു വിവരം നൽകുന്നു. എന്നാൽ വിലങ്ങാട് നിന്നുള്ള ബന്ധുക്കൾ പിന്നീട് ഇവരെ കണ്ടപ്പോൾ ഈ സിജോയെ പറ്റി ചോദിച്ചപ്പോഴാണ് സിജോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നല്ലോ എന്ന് പറയുകയും പരസ്പരം ആശയവിനിമയമില്ലാതെ വന്നുകൊണ്ട് ഇവർ പരസ്പരം അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇതൊന്ന് അനീഷാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സിജോസ് കറിയുടെ മൃതദേഹമല്ല എന്ന ഒരു സംശയത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. നിലവിലുള്ളത് ഒരു മൃതദേഹം മാത്രം, 3 മൃതദേഹം അതിനകത്തുണ്ട് എന്ന സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു കാര്യം,
എവിടെ പോയി സിജോസ് കറി എന്ന ചോദ്യമാണ്. തിരോധാനം സംബന്ധിച്ച് ദുരൂഹത നീങ്ങുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ വെല്ലുവിളികൾ ചെറുതല്ല. ഇത് സംബന്ധിച്ച അന്വേഷണം ഇനിയും നടക്കില്ല.